എസിന്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നിതിനെ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ സൗഹൃദം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരാണോ അവർ ആരാണെന്നതിനെക്കുറിച്ച് അത് അനലൈസ് ചെയ്ത് നമ്മൾ ആരാണെന്ന് പറയാൻ സാധിക്കുമെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഒരാളിൻ്റെ ഫോണിലേക്ക് വരുന്ന ഫോൺ കോളുകളും ഫോണിൽ നിന്ന് പോകുന്ന ഫോൺ കോളുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ വ്യക്തി ഏത് രീതിയിലാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നത്. വി എസിൻ്റെ ഫോണിലേക്ക് വന്ന വിളികളും വി എസിൻ്റെ ഫോണിൽ നിന്ന് പോയ വിളികളും ഇതൊക്കെ ഓരോ ഇടപെടലുകളായിരുന്നു, ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ ലിജോയുടെ ഭാഗത്തു നിന്ന് കേട്ടത്. കാരണം ഒരു മുഖ്യമന്ത്രി തന്നെ വിളിക്കുമോ എന്നൊരു സാധാരണക്കാരൻ അതിശയിക്കുന്ന തരത്തിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആരും ആയിക്കൊള്ളട്ടെ ആ ആളിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ പോകുക ഒരു മുഖ്യമന്ത്രിയുടെ ഫോണിൽ നിന്നെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേനയിലെ മഷി ഉപയോഗിച്ചത് പലപ്പോഴും ഓരോ ജീവിതങ്ങളിലും പ്രകാശം പരത്തുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും നമ്മൾ പലരുടെയും അനുഭവ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വോക്കറിലും ആശുപത്രി കിടക്കയിൽ നിന്നൊക്കെ നിരവധി പേര് ഈ ഓരോ വഴിയിലും കാത്തു നിൽക്കുന്നതും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തുന്നതും. ഇപ്പോൾ നിതിൻ നിൽക്കുന്നത് ഈ വേലിക്കകത്ത് വീട്ടിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ചരിത്രമുറങ്ങുന്ന ഒരു വീട് എന്ന് നിർവചിക്കപ്പെടാൻ പോകുന്ന ഒരു ഭവനം കൂടിയാണല്ലോ അത്. അവിടെ ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്? വിവരങ്ങൾ. വേലിക്കകത്ത് വീട് അങ്ങനെ ഒരു ചരിത്രമുറങ്ങുന്ന ഒരു വീടായി തന്നെ മാറാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേലിക്കകത്ത് വീട്ടിലാണ്. ഇതിന്റെ മുൻവശത്തായി നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. നിരവധി ആളുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം ആലപ്പുഴ എന്നത് BSS സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരു സ്ഥലമാണ്. പറവൂരിലെ വേലിക്കകത്ത് വീട് അതിലേറെ വൈകാരികമാണ്. ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ ഇന്നലെ രാത്രിയും സംസ്ഥാനത്തിന്റെ പല ഇടങ്ങളിൽ നിന്ന് ഇവിടെ എത്തി BSനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയ ആളുകളാണ്. ഒരുപക്ഷെ ഇവിടുത്തെ റെഡ് വോളണ്ടിയേഴ്സ് എല്ലാം തന്നെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നത്. ഈ വീട്ടിന് പുറത്ത് ഏതാണ്ട് 3 കിലോമീറ്റർ മുൻപ് തന്നെ പോലീസ് അവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. ഒരു പക്ഷേ BSന്റെ ഭൗതികദേഹം ഇവിടെ എത്തുമ്പോൾ ആ ഒരു ക്യൂ ഏതാണ്ട് ആ 3 കിലോമീറ്ററോളം നീളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമായി സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും BSനെ ഒരു നോക്ക് കാണാനായി നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്.